ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്നൊരു സാരി ബ്ലൗസിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ്. ഇവിടെ ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്യാം. അതിനായിട്ട് ബ്ലൗസിൻ്റെ ബാക്ക് വശത്തിൻ്റെ ലെങ്ത്ത് എത്രയാണോ നോക്കുക. അതിനുശേഷം അവിടെ നിന്ന് 2 ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചും തയ്യൽ തുമ്പ് വിടുക. ഇനി ബ്ലൗസിൻ്റെ താഴെ ഭാഗത്തും അതേപോലെ ചെസ്റ്റിൻ്റെ അവിടെയുള്ള അളവ് എടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പും അതേപോലെ ബാക്കിലെ ടക്ക് വെക്കേണ്ട പീസും വെച്ച് 2 സൈഡും 2 ഇഞ്ച് വെച്ച് ലൂസ് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്ത് എത്രയാണോ അതിൻ്റെ 2 ഇഞ്ച് ആയിരിക്കും ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത്. എന്നാലും കറക്റ്റായി ഉണ്ടോ എന്ന് ഒന്ന് അളന്ന് നോക്കാം. അടുത്തത് ഷോൾഡർ ആണ്. അപ്പോൾ ഇവിടെ ബാക്ക് വശം കറക്റ്റായി വെച്ചതിന് ശേഷം ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ സ്ലീവ് വരെയുള്ള ഭാഗം അളന്ന് നോക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഓരോ ഇഞ്ച്, അതായത് 2 വശത്തും 1/2 ഇഞ്ച് വെച്ച് 1 ഇഞ്ചിൽ വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ 5.5 കൊടുക്കുന്നത്. അതേപോലെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 വെക്കുന്നത്. ഇപ്പോൾ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നല്ല ഇറക്കത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. നെക്കിൻ്റെ താഴെ ഭാഗത്തെ ഇറക്കം ഓരോരുത്തർക്ക് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇവിടെ 7.5 അതുകൊണ്ട് തന്നെ 7 ഇറക്കം എടുക്കുന്നത്. അതേപോലെ മേലെ വശത്ത് 5.5 എടുക്കുന്നത്. അതിൽ 2.5 നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ഭാഗം വരുന്നത്. ഇത്രയാണ് ബാക്ക് വശത്തിൻ്റെ. ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് ഫ്രണ്ട് ഭാഗത്തിൻ്റെയാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഒരു ബ്രാ വരുന്ന അവിടെ വരെയാണ് എടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെയായി വേറൊരു പീസ് വെക്കുകയാണ് ചെയ്യുക. ആദ്യം ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്രാ വരുന്ന അവിടെ വരെയാണ് വേണ്ടത്. അപ്പോൾ അതെടുത്ത് അതിനുശേഷം നെക്കിൻ്റെ ഭാഗം അവിടെ ബാക്ക് വശത്ത് 2.5 വിഡ്ത്ത് എടുക്കുന്നതെങ്കിൽ ഇവിടെ 3.5 എടുക്കേണ്ടതുണ്ട്. അതായത് ഓപ്പൺ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ
കഴുത്തിൻ്റെ വീതി കുറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി താഴെ ഭാഗത്തെ മാർക്ക് എത്രയാണോ അത് അളന്ന് ഇവിടെ മാർക്ക് ചെയ്യാം. ഓപ്പൺ വരുന്ന ഭാഗത്ത് കുറച്ചധികം കയറിയിട്ടും ബാക്കി വശം സ്ട്രെയിറ്റായി വരുന്നത് പോലെയാണ് വരയേണ്ടത്. അതിനുശേഷം ആ ഒരു ഭാഗത്ത് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയിലായിരിക്കണം കപ്പിൻ്റെ മാർക്കിംഗ് കൊടുക്കേണ്ടത്. ഇവിടെ താഴെ ഭാഗത്ത് നിന്ന് മേലെ വശത്തേക്ക് ആ ഒരു മാർക്കിംഗ് ചെയ്യാം. അതിനുശേഷം അവിടെ കുറച്ചധികം ടക്ക് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ ബ്ലൗസിൻ്റെ ഊക്സ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്നും ഒരു മടക്കി സെൻറ്റർ ഭാഗത്തേക്ക് മടക്കേണ്ടതുണ്ട്. അതേപോലെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ അവിടെയും ഒരു മടക്ക് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ 3 വശത്തു നിന്നാണ് ടക്ക് കൊടുക്കേണ്ടത്. ഇത്രയാണ് ഫ്രണ്ട് വശത്തിൻ്റെ മാർക്കിങ്. ഇനി കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. അതിനായി ബോർഡർ വരുന്ന ഭാഗം 4ആയി മടക്കി എത്രയാണോ ലെങ്ത് വേണ്ടത് അത് വെച്ച് ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 6.5 എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിഡ്ത്ത് ഇവിടെ 4.5. അപ്പോൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 5.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം.
അടുത്തത് ബ്രായുടെ താഴെ ഭാഗത്ത് വെക്കേണ്ട ഒരു സ്ട്രെങ്ത് ഉള്ള പീസ്, അതായത് ബ്രാപ്പെട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് വശത്തേക്കും വേണ്ടുന്നത് ഡബിളായാണ് കട്ട് ചെയ്യുന്നത്, അതായത് 4 പീസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നെക്കിന് വേണ്ടിയിട്ടുള്ളൊരു ക്രോസ് പീസും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ബ്ലൗസിൻ്റെ കട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.